റജി ലൂക്കോസ്, രാജേന്ദ്രൻ പന്തളം പറയുന്നത് ഇതെല്ലാം നിയമപരമായി നടക്കട്ടെ, ഇതെല്ലാം കോടതിയാണ് തീരുമാനിക്കുന്നത്, കോടതി തീരുമാനിക്കട്ടെ, സമയപരിധി റബ്ബർ സ്റ്റാമ്പായി ഗവർണർമാരും പ്രസിഡന്റും ഒക്കെ മാറണോ എന്ന ചോദ്യമാണ്. പ്രസിഡന്റിൻ്റെ കാര്യം പറയുന്നില്ല, ഗവർണർമാർ റബ്ബർ സ്റ്റാമ്പ് ആവണമെന്ന്. പ്രസിഡന്റ് ആയാൽ കുഴപ്പമാണ് രാജേന്ദ്രൻ പന്തളത്തിന്. അല്ല, കോടതി തീരുമാനിക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ ഭരണഘടന എന്ന് വായിക്കണം. ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നതും ബഹുമാനപ്പെട്ട അംബേദ്കർ നിർവചിച്ചിരിക്കുന്നതുമായ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഗവർണർ പദവി എന്ന് പറയുന്നത് ജനാധിപത്യം ഇന്ത്യയിൽ പക്വത നേടുന്ന കാലത്ത് അത് ഉപേക്ഷിക്കുക, അത് വേണ്ടാന്ന് വെക്കാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വേണ്ടാന്ന് വെക്കുന്നില്ല. കോൺഗ്രസ് ഭരണകൂടവും ഈ BJP ഭരണകൂടവും അതിലെ സംസ്ഥാനങ്ങളെ ഉപദ്രവിക്കാനുള്ള ഒരു ഉപകരണമായിട്ട് അത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. 2022 പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ഒരു പരാതിയിലും 2024 തമിഴ്നാട് സർക്കാരിന്റെ ഒരു പരാതിയിലും സുപ്രീം കോടതി കൃത്യമായ രീതിയിൽ തന്നെ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഗവർണർ പദവി എന്ന് പറയുന്നത് സംസ്ഥാനത്തെ നിയമസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കേണ്ട പരിമിതമായ അധികാരം മാത്രമുള്ള ഒരു സ്ഥാനമാണ് ഗവർണർ പദവി എന്നുള്ളതും ഈ കഴിഞ്ഞ വർഷവും 2022 സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഭരണഘടനാപരമായ രീതിയിലുള്ള വിധിയാണ്. പിന്നെ എന്തിനാണ് ഈ ബഹുമാനപ്പെട്ട ഗവർണർമാർ ഈ ബില്ലുകൾ പിടിച്ചു വെക്കുന്നത്? ബില്ലുകൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരിക്കൽ ഒരു റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്രിസഭയ്ക്ക് തിരിച്ചയക്കാം. തിരിച്ച് രണ്ടാമത് സബ്മിറ്റ് ചെയ്താൽ അത് ഒപ്പിട്ടേ പറ്റുള്ളൂ. ഇപ്പൊ കേരളത്തിൽ 8 ബില്ല് പെൻഡിങ്ങിലാണ്. അതിൽ പ്രമുഖമായ ഒരു ബില്ല് എന്ന് പറയുന്നത് ചാൻസലർ പദവി ഗവർണറുടെ പ്രവർത്തികൾ അത് തന്നെയുമല്ല, ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ ഈ ചാൻസലർ പദവി ഗവർണറുടെ കയ്യിലില്ല. അത് എടുത്തു മാറ്റി കഴിഞ്ഞു, ഇൻക്ലൂഡിങ് ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഉൾപ്പെടെയുള്ള. അപ്പോൾ ആ ബില്ല് സുപ്രീം കോടതി സംസ്ഥാന സർക്കാർ പിടിച്ചു വെച്ചിരിക്കുന്ന അനന്തമായി നീളുന്നതിന് പ്രതിഷേധമായിട്ട് സുപ്രീം കോടതി ചെന്നപ്പോൾ അതിന്റെ തലേ ദിവസം ഈ 2 ബില്ലുകളും പാസ്സാക്കാതെയാണ് മറ്റു ചില ബില്ലുകൾ പാസ്സാക്കി ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പൊ എന്തുകൊണ്ടാ? ഭരണഘടനാപരമായ രീതിയിൽ ചോദ്യം ചെയ്യുമ്പോൾ അത് ഒപ്പിടാൻ ബാധ്യതയായതുകൊണ്ടല്ലേ. ഇനി ഈ പറയുന്ന ചാൻസലറിന്റെ ബില്ലും മറ്റ് 8 ബില്ലുകളും കൂടി ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതിക്ക് അയക്കുക എന്ന് പറഞ്ഞത് തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന ഭരണകൂടങ്ങളുടെ അധികാരങ്ങളെ കവർന്നെടുക്കുന്നതിന് തുല്യമാണ്. ഇത് ഗവർണർ അതിൽ നിന്ന് രക്ഷപ്പെടും, ഒപ്പിടുന്നതിൽ നിന്ന് രക്ഷപ്പെട്ട് സുപ്രീം കോടതിയിൽ ശാസ്ത്രം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രപതിക്ക് അയക്കുക. രാഷ്ട്രപതി ഇപ്പോൾ സുപ്രീം കോടതിയുടെ ആവശ്യം അനുസരിക്കണം. രാഷ്ട്രപതി കൊടുക്കുന്ന മറുപടി എന്താ? രാഷ്ട്രപതിക്ക് അതിനുള്ള അധികാരമുള്ളത്, അതിനുള്ള അധികാരമില്ല. ആ അധികാരം ഇല്ലായ്മയാണ് നമ്മുടെ ഭരണഘടനയിലെ 240, 222 പോലെയുള്ള ഭരണഘടന വകുപ്പുകൾ കൃത്യമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി വിധിച്ചത് 2 തവണ പരിമിതമായ അധികാരങ്ങൾ മാത്രമുള്ള സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനം മാത്രമാണ് ഗവർണർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇപ്പൊ കേരളത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അപ്പൊ അദ്ദേഹം നിയമത്തിന്റെ വഴിക്ക് പോകേണ്ടതുള്ളൂ. നിയമം ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് നിയമം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ എന്താ സംഭവിച്ചിരിക്കുന്നത്? വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കാവിക്കൊടിയും കാവ്യവൽക്കരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ കേരള ഗവർണർ എടുക്കുന്ന കർശനമായ പിടിവാശികള്, ഇതെല്ലാം ഒരു ഗവർണറുടെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളല്ല. സംസ്ഥാന മന്ത്രിസഭ എന്ത് പറയുന്നു അത് അനുസരണയോട് കേൾക്കാൻ ബാധ്യസ്ഥരായ കേന്ദ്ര രാഷ്ട്രപതിയുടെ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇദ്ദേഹം. അത് ഏത് ഗവർണർമാരും. ഇപ്പോൾ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് സംസ്ഥാന മന്ത്രിസഭകളുടെ സർക്കാരുകളുടെ അധികാരത്തെ അട്ടിമറിച്ച് ഒരു ഏകാധിപത്യ രീതിയിൽ ഈ കേന്ദ്ര സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുവന്നതിനുള്ള ഉപകരണമായിട്ട് ഈ ഗവർണർമാരെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ പദവിയെ ദുരുപയോഗം ചെയ്യുന്നത്. രാഷ്ട്രപതിയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം രാഷ്ട്രപതിക്ക് കിട്ടുന്ന അഡ്വൈസ് അനുസരിച്ചാണ് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നത്. അത് കേന്ദ്ര മന്ത്രിസഭയുടെ അഡ്വൈസ് ആണ്, നമുക്കറിയാമല്ലോ. അപ്പൊ ഇവിടെ ഗവർണറും അവിടെ രാഷ്ട്രപതിയും. അപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ആത്യന്തികമായിട്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തിനെ വിലങ്ങിടാനുള്ള BJP സർക്കാരിന്റെ കുൽസിത ശ്രമങ്ങൾക്കൊറ്റ കനത്ത തിരിച്ചടിയാണ് 2 തവണയും സുപ്രീം കോടതി പറഞ്ഞിട്ട് വിധി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ആ വിധിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നിയമത്തിന്റെ വഴിയെ പോകണമെന്ന് ബഹുമാനപ്പെട്ട 12 രാജേന്ദ്രൻ പറയുമ്പോൾ നിയമത്തിന്റെ വഴിയെ പോകാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. അതാണ് അതിന് വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് പിന്നെ ഈ ഗവർണർ പദവി എന്നുള്ള ചോദ്യം കൂടെ ഉണ്ട്. അപ്പൊ ഒറ്റ കാര്യം ഉറപ്പായി കഴിഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനത്തെ സർക്കാരുകൾ സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും അടിമുടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും അള്ളു വെക്കാനും അത് ഒരു കാരണവശാലും മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് ഗവർണർമാരെ ദുരുപയോഗം ചെയ്യുന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വസ്തുത. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, സുപ്രീം കോടതിയിൽ നിന്നും ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കെതിരെ ഒരു വിധി വന്നാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിനേക്കാവുന്ന ഏറ്റവും വലിയ, ജനാധിപത്യത്തിനല്ല BJP സർക്കാരിനേക്കാവുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരിക്കും, ഒരു കറുത്ത അധ്യായമായിരിക്കും അവിടെ രചിക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ പ്രതിപക്ഷത്തിലേക്ക് നടപടികളും ഇതെല്ലാം സമാന്തരമായിട്ട് പോകുന്ന
ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു ജനാധിപത്യ സംവിധാനത്തിനെ ഇല്ലായ്മ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ കുൽസിത ശ്രമങ്ങളാണ് ഈ ഗവർണർ സംസ്ഥാന പോരാട്ടങ്ങള്. അതുപോലെ ബഹുമാനപ്പെട്ട ഏറ്റവും മോസ്റ്റ് റെസ്പെക്റ്റഡ് പദവിയാണ് ഈ രാജ്യത്തെ രാഷ്ട്രപതിയുടെ പദവി എന്ന് പറയുന്നത്. ആ രാഷ്ട്രപതിയുടെ പദവിയെ പോലും സുപ്രീം കോടതി ചോദ്യം ചെയ്യത്തക്ക, അല്ലെ പദവി എന്ന് ഉദ്ദേശിക്കുന്നത് അധികാരം പോലും സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു ഗതികേടിലേക്ക് രാജ്യത്തിനെ വലിച്ചെടുത്തത് നിങ്ങളുടെ ഭരണകൂടമാണ്. നിങ്ങളുടെ ഭരണകൂടത്തിന് മാപ്പ് തരത്തില്ല. നിങ്ങളിപ്പോൾ പാർലമെന്റിൽ 2 ദിവസം മാത്രം അവശേഷിച്ചിരിക്കെ നിങ്ങൾ ഇതിനൊന്നും മറുപടി പറയാതെ കണ്ട് പാർലമെന്റിനെ വേളമയമാക്കി നിങ്ങൾ രക്ഷപ്പെട്ടാലും ഇന്ത്യയുടെ തെരുവുകളിൽ, ബീഹാർ ഉൾപ്പെടെയുള്ള തെരുവുകളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും ജനങ്ങളും, ഇനി രാജേന്ദ്രനോട് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇന്ത്യയിൽ അടുത്ത 30-ാം തീയതി വരെ ഇപ്പോൾ നടക്കുന്ന പ്രതിപക്ഷവും ഇടതുപക്ഷവും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആ കാൽനട യാത്രയ്ക്ക് ബീഹാറിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും കിട്ടുന്ന പിന്തുണ ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ ഒന്ന് നോക്കണം. അതായത് അത് ആയിരക്കണക്കിന് നിരക്ഷരായിട്ടുള്ള ബീഹാറിലെ ഗ്രാമപ്രദേശത്തെ ജനങ്ങള് ജനാധിപത്യത്തിന് വേണ്ടി തെരുവിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. അതെ, അത് വോട്ട് നിങ്ങൾ ചോരി. മറക്കരുത്. അതായത് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ജാഥയ്ക്ക് അല്ലെങ്കിൽ CPM പാർട്ടി ആ യാത്രയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും